അപ്പം ആർ ആൻഡ് ആർ ബി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സിഗ്മ വി ഈക്വൽ ടു 0 ആർ എ പ്ലസ് ആർ ബി ഈക്വൽ ടു 0. നിങ്ങൾ ഇതിന്റെ പ്രൂഫ് ചെയ്യണം കേട്ടോ. അല്ല, ആർ എ പ്ലസ് ആർ ബി മൈനസ് എന്ത് ചെയ്യണം? താഴേക്ക് ആക്ട് ചെയ്യുന്ന ലോഡ് ഏതാ? ഈ ഒരൊറ്റ ലോഡേ ഉള്ളൂ. അത് 10 കിലോമീറ്റർ ആണ്, 6 മീറ്ററിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അത് 10 into 6 നമ്മൾ എടുക്കണം. അത് താഴേക്ക് തന്നെ ആക്ട് ചെയ്യുന്ന ലോഡാണ്. അതിന് നമ്മളിപ്പം പോയിന്റ് ലോഡ് ആക്കി വരയ്ക്കുവാണെങ്കിൽ ഈ 6 മീറ്ററിന് ഉള്ളിലാണത് വരിക. അതിന്റെ സെന്ററിൽ വരും 3 മീറ്റർ. പിന്നെ ഒരു ഡിസ്റ്റൻസിൽ 10 into 6 ആണ് ഇതിന്റെ വാല്യൂ. ഓക്കെ, ഇങ്ങനെയാണ് ആ ലോഡ് ആക്ട് ചെയ്തത്. ഇങ്ങനെയാണ് ഇരിക്കുക കേട്ടോ. ആ ലോഡാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. ഈക്വൽ ടു 0. ഇതിന് നമുക്ക് ആർ എ പ്ലസ് ആർ ബി ഇസ് ഈക്വൽ ടു 10 into 6 എന്ന് പറയുമ്പോൾ 60 കിലോമീറ്റർ എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു ഇക്വേഷൻ 1. ഇനി എം കെ ഇസ് ഈക്വൽ ടു 0 നമ്മൾ ഇതേപോലെ കണ്ടുപിടിക്കണം. അപ്പം മൊമെന്റ് എടുത്താൽ മതി. ഈ ഒരു ഡയഗ്രത്തിന് വെച്ചുള്ള മൊമെന്റ് എടുത്താൽ മതി. ആർ എ ഇൻറ്റു 0 മൈനസ് 10 into 6 ലോഡാണ് ഇൻറ്റു 3 ക്ലോക്ക് വൈസ് ആണ്. ഇനി നമ്മൾ ആർ ബി ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഡിസ്റ്റൻസ് മൊത്തം 9 ഈക്വൽ ടു 0 ആണ്. 60 into 3 ആണ് 180 by 9 വരും. പ്ലസ് ആണ് ക്ലോക്ക് വൈസ് 180 by 9 എന്ന് പറയുമ്പോൾ 20 കിലോമീറ്റർ കിട്ടും. ആർ എ ഈസ് ഈക്വൽ ടു ആർ എ നമുക്ക് എത്ര കിട്ടും? മൈനസ് 40 കിലോമീറ്റർ. ഓക്കെ, 14 20. അപ്പം ഇനി നമ്മൾ ഈ ഡയഗ്രാം ലോഡിംഗ് ഡയഗ്രത്തിൽ ചെറിയ വ്യത്യാസം വരും. കൊടുക്കണം. ഇവിടെ 40 10 കിലോമീറ്റർ പെർ മീറ്റർ ആണ് വരുന്നത്. അതുപോലെ 6 മീറ്റർ ആണ് നമ്മുടെ ലോഡ് ഡയഗ്രാം. ഇനി ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഇതിന്റെ ഷിയർ ഫോഴ്സ് വരയ്ക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു ഇക്വേഷൻ ഫോം ചെയ്യും കേട്ടോ. അപ്പം ഒരു എക്സ് ഡിസ്റ്റൻസിൽ നമ്മൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻ എടുക്കുക. 6 മീറ്റർ ഡിസ്റ്റൻസിൽ. എന്നിട്ട് അതിന്റെ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യും. ഷിയർ ഫോഴ്സ് ഈക്വൽ ടു BX എന്ന് നമുക്ക് ഷിയർ ഫോഴ്സ് എഴുതും. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ അപ്വേർഡ് ഒരു ലോഡ് ഉണ്ട്. അതുപോലെ ഇതിനെ നമുക്ക് എത്ര ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്നുണ്ട്? 10 into x ഡിസ്റ്റൻസ് ഇല്ലേ? 10 into x എന്ന് വരും. ഓക്കെ, ഇതാണ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ ലോഡ്. അപ്പം അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പം അപ്വേർഡ് 40 ഉണ്ട്. അപ്പം സൈൻ കൺവെൻഷൻ എപ്പോഴും ഓർക്കുക. ലെഫ്റ്റ് അപ്വേർഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ഫോർവേഡ്. ഈ ലെഫ്റ്റ് ഡൗൺവേർഡ് ആണ് ഇത് വരുന്നത്. മൈനസ് 10 into x. ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ നെഗറ്റീവ് ആയി. അങ്ങനെ നോക്കുക കേട്ടോ. 40 മൈനസ് 10 into x ആണ്. ഇത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ അകത്ത് നമ്മളുടെ എയുടെ വാല്യൂ കൊടുത്തു എന്ന് പറയുമ്പോൾ ടി എ ഷിയർ ഫോഴ്സുകൾ അല്ലേ? അപ്പം ടി എ എക്സ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. നമ്മളിപ്പോൾ ഇവിടെയായിരുന്നു സെക്ഷൻ എടുത്തിരുന്നത്. പോർഷനിലായിരുന്നു സെക്ഷൻ എടുത്തത്. അപ്പൊ എയോട് ചേർന്നാണ് സെക്ഷൻ എടുക്കുന്നതെങ്കിൽ അവിടെ എക്സ് 0 ആയിരിക്കും. അപ്പൊ നമ്മളുടെ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ പറഞ്ഞത് 40 മൈനസ് 10x ആണ്. അപ്പം മൈനസ് 40 മൈനസ് 10 into 0 മൈനസ് 14. ഓക്കെ, പേയില് നമുക്ക് അങ്ങനെ കിട്ടും. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എ സി പോർഷനിലെ നമ്മളിപ്പം സെക്ഷൻ എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് സിയുടെ വാല്യൂ കൊടുത്തു. എന്നിട്ട് സി ആവുമ്പോഴത്തേക്കും ഈ ഡിസ്റ്റൻസ് സി എ ബി സി അപ്പം സിയുടെ
വരെ നമ്മുടെ ഈ ഇക്വേഷൻ വാലിഡ് ആണ്. അപ്പൊ നമുക്ക് സിയിൽ കൊടുത്തു നോക്കാം. സിയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 6 മീറ്റർ ആയിരുന്നു. 6 മീറ്റർ കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 40 10 into 6. അപ്പം 40 പോസിറ്റീവ് ആയിരുന്നു കേട്ടോ. എടുത്ത് എഴുതി തെറ്റിപ്പോയതാണ്. പ്ലസ് 40 മൈനസ് 10x ആണ്. അത് പ്ലസ് 40 മൈനസ് 16. അപ്പോൾ 40 മൈനസ് 16 വരും. നമുക്ക് മൈനസ് 20 വരും. ഓക്കെ, ഇത്രയും കിലോമീറ്റർ ആണ് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ബി സി എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ സെക്ഷൻ എടുക്കണം. അതിന് നമ്മൾ ഇവിടുത്തെ മൊമെന്റ് കണ്ടുപിടിച്ചില്ലല്ലോ. മൊമെന്റും കൂടെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ മൊമെന്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡുണ്ട്. ആ ലോഡിന്റെ സെൻട്രലാണ് ഈ ടോട്ടൽ ലോഡ് ആക്ട് ചെയ്യുക. എക്സ് ആണ്. x/2 എന്ന് പറയുന്ന പോർഷനിലാണ് ആക്ട് ചെയ്യുക. അതുകൂടാതെ ഈ ഒരു ലോഡും കൂടെ ഉണ്ട്. ഈ രണ്ട് ലോഡിന്റെ മൊമെന്റ് ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പം mx മൊമെന്റ് എടുക്കുമ്പോൾ ഇവിടെ വരെ 40 into നമുക്ക് മൊമെന്റിന്റെ സൈൻ കൺവെൻഷൻ ഒക്കെ അറിയാം. ഇത് പോസിറ്റീവ് ആണ്, നെഗറ്റീവ്. ഓക്കെ, മൊമെന്റ് ആണ്. അപ്പോൾ 40 into x എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ്. ഇനി ഈ 10 into x വരുമ്പോഴോ നെഗറ്റീവ്. അത് എത്ര ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യാം? ഇതിന്റെ പകുതി. നമ്മൾ എക്സിലേക്കുള്ള ഡിസ്റ്റൻസുകളാണ് കേട്ടോ എല്ലാം മെഷർ ചെയ്യുന്നത്. അങ്ങനെ കിട്ടും 40x മൈനസ് 10x²/2. ഇനി നമുക്ക് ഇത് എ സി എന്ന് പറയുന്ന പോർഷനിൽ വാലിഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറ്റ് എയും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സി അറ്റ് എ x = 0 ആണ്. അപ്പം MA = 40 into 0 minus 10 into 0. നമുക്ക് 0 ആയി പോയി. ഇനി അറ്റ് സി x = 6 മീറ്റർ എന്ന് കൊടുക്കും. അപ്പോൾ MC = 40 into 6 minus 10 into 6² 40 into 6 എന്ന് പറയുമ്പോൾ 240 മൈനസ് 10 into 6² എന്ന് പറയുമ്പോൾ 36 ആണ്. 36/2 എന്ന് പറയുമ്പോൾ 18 വരും. 180 വരും. അപ്പം 0 16 വരും. ഓക്കെ, 60 കിലോമീറ്റർ മീറ്റർ വരും. ഓക്കെ, ഇത് നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. MC കിട്ടുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബി സി എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ സെക്ഷൻ എടുക്കണം. ഇവിടെയാണ് നമ്മുടെ ലോഡ് ഉള്ളത്. സി ഓക്കെ, ഡബ്ല്യു നമുക്ക് 20 കിട്ടി. 10 കിലോമീറ്റർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ്. ഇതിൻ്റെ അകത്ത് നമ്മൾ x എന്ന് പറയുന്ന സെക്ഷൻ എടുക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്മൾ റൈറ്റ് സൈഡ് ആണ് എടുക്കുന്നത്. സെക്ഷൻ റൈറ്റ് സൈഡ് ഓഫ് ദ സെക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതെപ്പോഴും ഓർമ്മ വേണം. ഇനി റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ എടുക്കുക. അപ്പം ഷിയർ ഫോഴ്സ് ആണ്. ഷിയർ ഫോഴ്സ് BX ഷിയർ ഫോഴ്സ് ഇത് മാത്രമേ ഉള്ളൂ അപ്വേർഡ് ഡയറക്ഷനിൽ. അപ്പോൾ അപ്വേർഡ് റൈറ്റ് അപ്വേർഡ് ആണ്. ഇത് നെഗറ്റീവ് ആണ് കേട്ടോ. ഷിയർ ഫോഴ്സ് മൈനസ് 20 കിലോമീറ്റർ. വേറെ ലോഡൊന്നുമില്ല. ഇനി MX ഇതുപോലെ തന്നെ ഇത്രയും ഡിസ്റ്റൻസ്. വേറെ ലോഡൊന്നുമില്ലല്ലോ. 20 into x. ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഒരു പോസിറ്റീവ് ആണ്. വേറെ വാല്യൂസ് ഒന്നുമില്ല അവിടെ. അത് നമ്മൾ എഴുതി. ഇനി നമ്മൾ അറ്റ് ബി കൊടുത്തു നോക്കാം. അറ്റ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ആണ്. റൈറ്റ് അല്ലെങ്കിൽ അറ്റ് ബി എന്ന് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. x = 0 ആണ് അറ്റ് ബിയിൽ. അപ്പം BB = -20 കിലോമീറ്റർ. ഇത് കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഇതെന്ന് പറയുമ്പോൾ ലീനിയർ വേരിയേഷൻ ആണ്. ഒരു എക്സേ വേരിയേഷൻ ആണ് കാണിക്കുന്നത്. എപ്പോഴും ഓർത്തോളാം. ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഇത് ആവശ്യമുണ്ട്. കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ലീനിയർ വേരിയേഷൻ എന്ന് പറയുമ്പോൾ ചെരിഞ്ഞ ലൈൻ ആയിരിക്കും. ഓക്കെ,
ഓക്കെ, പരാബോളിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം. അപ്പൊ അത് ആലോചിക്കുക കേട്ടോ. ഇനി എം ബി സിന്റെ എക്സ് ഉണ്ട്, എക്സ് 0 ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സി എടുക്കുമ്പോൾ ബി സി വരെ വാലിഡ് ആണല്ലോ. സിയുടെ റൈറ്റ് ആണ് നമ്മളിപ്പോ എടുത്തേക്കുന്നത് ഓർക്കും. റൈറ്റ് പോർഷൻ ആണ്. അപ്പം എക്സ് ഈക്വൽ ടു എത്രയാണ് ഇവിടെ ബാക്കിയുള്ളത്? 3 മീറ്റർ ആണ്. മൊത്തം 9 മീറ്റർ ആയിരുന്നു. 9 മീറ്റർ ആണ് നമ്മുടെ മൊത്തം ലെങ്ത്. ഇവിടെ വരെ 6 മീറ്റർ ആണ്. ബാക്കി അപ്പോൾ 3 മീറ്റർ ആണ്. ബി സി എന്ന് പറഞ്ഞാൽ 3 മീറ്റർ ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 3 മീറ്റർ ആണ്. അപ്പോൾ ബി സി ഈക്വൽ ടു, ബി സിക്ക് പക്ഷെ മാറ്റമില്ല, കാരണം ഈ ഇതെന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പോൾ -20 തന്നെയാണ്. ഓക്കെ, ഇനി എം സിക്ക് പക്ഷേ എക്സ് വാല്യൂ മാറും. 20 × 3 എന്ന് പറയുമ്പോൾ പ്ലസ് തന്നെയാണ്, പ്ലസ് 16 നമുക്കപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ഇതിനെ നമ്മൾ പ്ലോട്ട് ചെയ്താൽ മതി, വരച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന ഓരോ വാല്യൂസ് റെഫർ ചെയ്ത് നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. അപ്പം ആദ്യം നമ്മുടെ ലോഡ് ഡയഗ്രാം എടുത്ത് വരയ്ക്കണം. ഇത് 14, 20. ഓക്കെ, ഇതിന്റെ ഡയഗ്രാം വരയ്ക്കുകയാണ് നമ്മൾ. ഷിയർ ഫോഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ലൈൻ വരച്ചു. ഷിയർ ഫോഴ്സ് നോക്കുക. എയിൽ എത്രയാണ് ഷിയർ ഫോഴ്സ്? എയിൽ നമുക്ക് 40 ആണ് ഷിയർ ഫോഴ്സ് വരുന്നത്. സിയിൽ -20. ഓക്കെ, എയിൽ 40യും സിയിൽ +40 ആണ്. 40 ഉണ്ട്. ഇനി സി, ഇതായിരുന്നു നമ്മുടെ സിയിൽ -20 ആണ്. 20 എഴുതിയാൽ മതി. ഇത് രണ്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. അത് രണ്ടും തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യാം. വേറെ പോയിന്റ്സ് ഒന്നും ഇല്ല, അത് നമുക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം. എന്താ ചെയ്യണ്ടേ? ഇനി ഇവിടെ ബിയില് ബി ബി 20 ആണ്. ബി സിയുടെ റൈറ്റ് 20 ആണ്. -20 തന്നെ. ഓക്കെ, ഇവിടെ -20 ആണ്, ഇവിടെ -20. ഞാൻ സ്ട്രൈറ്റ് ലൈൻ അങ്ങ് വരച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് വരയ്ക്കാനുള്ളത്. വാല്യൂസ് എടുത്ത് വരയ്ക്കും. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുമ്പോൾ എയിൽ 0 ആയിരുന്നു, സിയിൽ 60, ബിയിൽ 0, സിയിൽ 60. സിയിൽ എപ്പോഴും 60 തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. നമ്മൾ വരയ്ക്കാം. സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇവിടെ ഇത് കാര്യം ശ്രദ്ധിക്കണം. ഇവിടെയാണ് ലീനിയർ. ഇവിടെ നമുക്ക് എ സി എന്ന് പറയുന്ന പോർഷനിൽ ഇവിടെ x² വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ പരാബോളിക് വേരിയേഷൻ ആണ് ഉള്ളത്. ഞാൻ പറയാൻ പറ്റുപോയി, വേരിയേഷൻ ആണ് ഉള്ളത്. എ സി എന്ന് പറയുന്ന പോർഷനിലായിരുന്നു നമ്മുടെ ഇക്വേഷൻ കേട്ടോ. എ സി എന്ന് പറയുന്ന പോർഷനിൽ നമുക്ക് x² ഉള്ള ഇക്വേഷനാണ് വന്നത്. അപ്പൊ ഇവിടെ പരാബോളിക് വേരിയേഷൻ ആണ് ഉണ്ടാവുക. അതേപോലെ പരാബോളിക് വേരിയേഷൻ എന്ന് പറയുമ്പോൾ ഡി സി എന്ന് പറയുമ്പോഴോ ഒറ്റ ഓക്കെ, മനസ്സിലായില്ലേ? മനസ്സിലായോ?